നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഔദാര്യം വേണ്ട, അവകാശം മതിയെന്ന് കോഴിക്കോട് പരിവാർ. നന്മണ്ട ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ 3.42 കോടിയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ സർവകാല റെക്കോർഡെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ചെറുവണ്ണൂർ വട്ടക്കിണർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഈ വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ. കേന്ദ്ര ബജറ്റ് ചെറുകിട മേഖലയ്ക്ക് ഗുണപ്രദമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഔദാര്യം വേണ്ട, അവകാശം മതിയെന്ന് കോഴിക്കോട് പരിവാർ. ഭിന്നശേഷിക്കാരുടെ നിരവധി പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഫെബ്രുവരി 5-ന് കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2018 അപേക്ഷ പരിഗണിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെയുള്ള സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഫണ്ടില്ലാത്ത കാരണം ഇപ്പം കൊടുക്കുന്നത് മര്യാദയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2-2.5 വർഷത്തോളം പെൻഡിങ് ആയിട്ട് ഇരിക്കുകയാണ്. നിരവധി പ്രാവശ്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ സ്ഥലത്തും നമ്മുടെ അധികൃതരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഏതെങ്കിലും ഓണം അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് ഇങ്ങനെ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ 600 വെച്ച് കൊടുക്കും. ഭിന്നശേഷി മേഖലയിലെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ഫെബ്രുവരി 5-ന് കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരും രക്ഷിതാക്കളും ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തുമെന്ന് കോഴിക്കോട് പരിവാർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ആശ്വാസ കിരണം പദ്ധതി കാര്യക്ഷമമാക്കുക, ക്ഷേമ പെൻഷൻ വരുമാന പരിധി നോക്കാതെ നൽകുക, വിദ്യാഭ്യാസ മേഖലയിൽ ഭൗതിക ഭിന്നശേഷിക്കാർ നേരിടുന്ന കടുത്ത വിവേചനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ പി സിക്കന്ദർ, തെക്കയിൽ രാജൻ, സി ഹസ്നത്ത്, ടി എം അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മളെ ഇവിടെ ബഡ്സ് സ്കൂൾ ഉണ്ടാവും, ബഡ്സ് റിഹാബിലിറ്റേഷൻ ഉണ്ടാവും. ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സാകുന്ന കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ബഡ്സ് റിഹാബിലിറ്റേഷൻ ഒക്കെ ഉണ്ടാവും. അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങും എല്ലാ സാധനങ്ങളും വെക്കണം. പക്ഷേ 1-2 ടീച്ചർ, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ആയ, ഇതല്ലാണ്ട് വേറെ ഡംപ് ചെയ്യുന്ന കൊടുക്കണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആകെ 3.42 കോടി രൂപയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികളാണ് നന്മണ്ട ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നതെന്നും ഇത് പഞ്ചായത്തിലെ സർവകാല റെക്കോർഡാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ. നന്മണ്ട പഞ്ചായത്തിൽ 2-ാം വാർഡിൽ റോഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആകെ 3.42 കോടി രൂപയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികളാണ് നന്മണ്ട ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നതെന്നും ഇത് നന്മണ്ടയുടെ ചരിത്രത്തിലെ സർവകാല റെക്കോർഡാണെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. നന്മണ്ട ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ നന്മണ്ട തിരുവാലിൽ ഞോറക്കുളം റോഡ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റി മറ്റു പ്രദേശങ്ങളിലേതുപോലെ ആധുനിക സൗകര്യങ്ങൾ നാട്ടിൻപുറങ്ങളിലും ലഭ്യമാക്കണമെന്നാണ് സർക്കാർ നിലപാട്. സ്ഥലം MLA കൂടിയായ മന്ത്രിയുടെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പൂർത്തീകരിച്ചത്. ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാകണം. അങ്ങനെ ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് മറ്റ് പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ
പരമാവധി നമ്മുടെ നാട്ടിനോടൊപ്പം വെക്കണം. ഈ ലക്ഷ്യത്തിൽ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക വർഷം ഈ പഞ്ചായത്ത് എങ്ങനെ കൊണ്ടുപോകുന്നത്. നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി മാണിക്കോത്ത് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് CK രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഹരിദാസൻ ഈച്ചരോത്ത്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രതിഭ രവീന്ദ്രൻ, കുണ്ടൂർ ബിജു എന്നിവർ സംസാരിച്ചു. വാർഡംഗം സമീറ ഉള്ളറട്ട് സ്വാഗതവും PC ശശിധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുവണ്ണൂർ വട്ടക്കിണർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഈ വർഷം തുടങ്ങുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അരക്കിണർ റെയിൽവേ ലൈൻ ലിങ്ക് റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബേപ്പൂർ മണ്ഡലത്തിൽ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ അരക്കിണർ റെയിൽവേ ലൈൻ ലിങ്ക് റോഡ് പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന പദ്ധതികൾ നടപ്പാക്കലാണ് യഥാർത്ഥ വികസനമെന്നും നാട്ടിൽ പുതിയ ഒരു റോഡ് നിർമ്മിക്കപ്പെടുമ്പോൾ അതാണ് സാധ്യമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായും സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. ജനങ്ങളുടെ ചിരകാല ആവശ്യമായ ബേപ്പൂർ പുലിമൂട്ട് വട്ടക്കിണർ റോഡും ബേപ്പൂർ ചെറുവണ്ണൂർ റോഡും വീതി കൂട്ടി നവീകരിക്കുന്നതിനായി 36.67 കോടിയും 11.50 കോടിയും സംസ്ഥാന സർക്കാർ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. 250 കോടി രൂപ ചെലവിൽ ചെറുവണ്ണൂരിലും വട്ടക്കിണറിലും നിർമ്മിക്കുന്ന മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബേപ്പൂർ പുളിമൂട്ട് വട്ടക്കിണർ റോഡിന്റെ നവീകരണത്തിന് 36 കോടി 67 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. അതിന്റെ മറ്റു പ്രവൃത്തികൾ, ഭൂമി ഏറ്റെടുക്കൽ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് പ്രവൃത്തികളുമായി പോകുന്നു. ഇവിടുന്ന് നമ്മൾ ചെറുവണ്ണൂരിലേക്ക് എത്താൻ നമ്മൾ ആശ്രയിക്കുന്ന റോഡാണ് BC റോഡ്, ബേപ്പൂർ ചെറുവണ്ണൂർ റോഡ്. ഇപ്പൊ നമ്മൾ BMMBCയിലൊക്കെ റോഡ് നന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് റോഡ് വീതി കൂട്ടാതിരിക്കുമോ എന്ന സംശയമൊക്കെ ചിലർ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ടതില്ല. ആ റോഡ് വീതി കൂട്ടി നവീകരിക്കാൻ 11 കോടി 50 ലക്ഷം രൂപ അനുവദിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിപാടിയിൽ കോർപ്പറേഷൻ കൗൺസിലർ TK ഷമീന അധ്യക്ഷയായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ K ഫാസിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ T രാധാ ഗോപി, P രാധാകൃഷ്ണൻ, TA അസീസ്, P അജ്നാസ്, C നൌഫൽ, TK ഷിംജിഷ്, K നൂഹ്, K മുഹമ്മദ് അലി, NP ജംഷീർ, PK നസീർ, CM മൊയ്തീൻ കോയ എന്നിവർ സംസാരിച്ചു. മുൻ കൗൺസിലർ PP ബീരാൻ കോയ സ്വാഗതവും TP സൂരജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചുകൊണ്ടാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് രൂപത KLCA കരിദിനം ആചരിച്ചു. സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന പ്രതിഷേധ റാലി സെന്റ് ജോസഫ് വികാരി റവറൻ ഫാദർ റെനി റോഡ്രിഗസ് ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റ് ബിനു എഡ്വിൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൈജു അറക്കൽ, രൂപത സെക്രട്ടറി ജോർജ് K, സംസ്ഥാന മാനേജിംഗ് കൗൺസിൽ അംഗം പ്രകാശ് പീറ്റർ, ഫ്ലോറ മെൻഡോൺസ, ജോളി ജെറോം, സേവിയർ PJ, തോമസ് ചെമ്മനം, സണ്ണി AJ, ടൈറ്റസ്, ആംബ്രോസ്, ജോസ് പ്രകാശ്, നൈജിൽ, ജെസ്സെ ഹെലൻ, ലത മെൻഡോൺസ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഹരിത ഭവനം പദ്ധതിയുടെ ജനകീയ മോണിറ്ററിംഗ് ചേവായൂർ ഉപജില്ലയിൽ ആരംഭിച്ചു. മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് മോണിറ്ററിംഗ് നടന്നത്. ഇതുവരെ പൂർത്തിയായ 12,000-ലേറെ ഹരിത ഭവനങ്ങളിൽ മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ സന്ദർശിച്ച് 3 പെട്ടികൾ വെച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനം വിലയിരുത്തുകയും വിദ്യാർത്ഥികളോടും കുടുംബാംഗങ്ങളോടും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതാണ് മോണിറ്ററിംഗിന്റെ രീതി. വനം മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ മോണിറ്ററിംഗിൽ കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ കക്കോടി മൂട്ടോളി തൈലപ്പറമ്പത്ത് വീട്ടിൽ ദീപേഷ് ബോധികൃഷ്ണ ദമ്പതികളുടെ മകൾ അവനി മിത്രയുടെ ഹരിത ഭവനം സന്ദർശിച്ചു. ഗൃഹാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ ജനകീയ മോണിറ്ററിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത് പദ്ധതി വിശദീകരിച്ചു. ദേശീയ കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സരസ്വതി ബിജു പരിസ്ഥിതി കവിത ചൊല്ലി. നിറവ് ഭാരവാഹികളായ PP മോഹനൻ, AP സത്യൻ, ഹരിതഭവനം കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ MS ജിസ്മ തുടങ്ങിയവരും സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും വൃക്ഷത്തൈകൾ സമ്മാനമായി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 8ാമത്തെ ബഡ്ജറ്റ് ഇടത്തരം ചെറുകിട വ്യാപാര കർഷക വിദ്യാഭ്യാസ ആരോഗ്യ നിർമ്മാണ ടൂറിസം മേഖലകൾക്ക് ഗുണകരമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗം. ബഡ്ജറ്റ് അവലോകനം ചെയ്ത് MDC നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ യോഗം ചേർന്നു. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ആദായ നികുതി ഇളവിനെ MDC യോഗം സ്വാഗതം ചെയ്തു. ബീഹാറിന് വാരിക്കോരി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിനെ അവഗണിച്ചതിൽ യോഗം അതൃപ്തി രേഖപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല വിലങ്ങാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് പദ്ധതി പ്രഖ്യാപിക്കാഞ്ഞത് നിരാശപ്പെടുത്തി. നികുതി ഘടനാ മാറ്റവും അവശ്യ മരുന്ന് നികുതി ഇളവും മുതിർന്നവർക്കുള്ള പരിഗണനയും യോഗം സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ റെയിൽ വികസനത്തിന് കൂടുതൽ പദ്ധതികളും തീവണ്ടികളും ഉണ്ടാകുമെന്നും യോഗം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കേരളത്തിന്റെ അർഹമായ ആവശ്യം യഥാസമയം മുഖ്യമന്ത്രി, ധനമന്ത്രി, റെയിൽവേയുടെ ചുമതലയുള്ള കായിക മന്ത്രി, ജനപ്രതിനിധികൾ എന്നിവർക്ക് MDC, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ നിവേദനം നൽകി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി MDC പ്രസിഡന്റ് ഷെവലിയർ C ചാക്കുണ്ണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു. ആദായ നികുതിയുടെ കാര്യത്തിലെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ആനുകൂല്യങ്ങളാണ് ലഭിച്ചത്. മറ്റെല്ലാ മേഖലയിലും, കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ചെറുകിട വ്യാപാരികൾ ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള നിരവധി ആശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മുഴുവൻ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ലെങ്കിലും കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട്ടിലെ ആ മുണ്ടക്കൽ ചൂരൽമല വിലങ്ങാട് പ്രശ്നത്തിൽ പ്രത്യേക പാക്കേജോ അങ്ങനെ യാതൊന്നും കിട്ടിയിട്ടില്ല. 26,000 കോടിയുടെ സഹായ അഭ്യർത്ഥന പാക്കേജ് ധനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും ലഭിച്ചില്ല എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് നിരാശപ്പെടുത്തിയത്. MDC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംഘടനാ ഭാരവാഹികളായ MK അയ്യപ്പൻ, PI അജയൻ, MI അഷറഫ്, CV ജോസി, CC മനോജ്, ശ്രീകല മോഹൻ, TP വാസു, സൺഷൈൻ ഷൊർണൂർ, റൊണാൾഡ് JG എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി റൺ ഫോർ എ ഗ്രീനർ പ്ലാനറ്റ് 10K മാരത്തൺ സമാപിച്ചു. പരിസ്ഥിതി അവബോധത്തിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുമുള്ള ആഹ്വാനമായാണ് മാരത്തോൺ നടത്തിയത്. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ റൺ ഫോർ എ ഗ്രീനർ പ്ലാനറ്റ് 10K മാരത്തൺ സംഘടിപ്പിച്ചു. പരിസ്ഥിതി സുസ്ഥിരതയും ആരോഗ്യകരമായ ജീവിതവും പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് മാരത്തൺ നടത്തിയത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 700ഓളം ഓട്ടക്കാർ പങ്കെടുത്തു. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ നിങ്ങളുടെ കുപ്പി കൊണ്ടുപോകൂ എന്ന പ്രമേയത്തിലാണ് മാരത്തൺ നടത്തിയത്.
റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ കെ പവിത്രൻ IPS മുഖ്യാതിഥിയായി പങ്കെടുത്തു. 10 കിലോമീറ്റർ ഓട്ടവും 3 കിലോമീറ്റർ ഫൺ റണ്ണുമാണ് സംഘടിപ്പിച്ചത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളോട് ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് ഒരു വലിച്ചെറിയുന്ന കാര്യം പറയുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു. അതല്ല, നേരെ മറിച്ച് അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യാം. അത് നമ്മൾ ചെയ്യുമ്പോൾ അതേ കാര്യങ്ങൾ അതെല്ലാവരും ചെയ്യുന്നുണ്ട്, അത് നമ്മളും ചെയ്യുന്നു എന്നുള്ളൊരു ലെവലിലേക്ക് പോകുമ്പോൾ അതൊരു പോസിറ്റീവ് കോസിലേക്ക് ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ളൊരു സന്ദേശവുമായിട്ട് റണ്ണിംഗ് ഫോർ എ ഗ്രീനർ പ്ലാനറ്റ്. പൊതുവിഭാഗത്തിൽ നബീൽ സാഹി MP, റിജിൻ ബാബു, അതുൽ രാജ് S എന്നിവർ ജേതാക്കളായി. സ്ത്രീ വിഭാഗത്തിൽ രഞ്ജിത V, ഫസ്ന PK, ദിയ റഷീദ് P എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുസ്തഫ, കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ, വിനോദ് പോൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീരാമകൃഷ്ണ മിഷൻ LP സ്കൂൾ 77ാം വാർഷികം ആഘോഷിച്ചു. ഓറ 2K25 എന്ന പരിപാടി മറിമായം ഫെയിം ഉണ്ണിരാജ ഉദ്ഘാടനം ചെയ്തു. യാത്രയപ്പും പ്രൗഢമായ വേദിയിൽ നടന്നു. ശ്രീരാമകൃഷ്ണ മിഷൻ LP സ്കൂളിൽ വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയയപ്പും വാർഷികാഘോഷ പരിപാടികളും നടന്നു. 77ാം വാർഷികം പിന്നിട്ട ഈ LP സ്കൂൾ പഠനേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ്. ആഘോഷ പരിപാടികൾ സിനി ആർട്ടിസ്റ്റ് ഉണ്ണിരാജ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് സമ്മാനം വെച്ചെടുക്കും. എൻ്റെ കുട്ടികളോടൊപ്പമായിരുന്നു വർഷങ്ങളോളം. അതുകൊണ്ട് എല്ലാവരും സ്കൂളിലെ ടീച്ചേഴ്സും മാഷന്മാരും അവരത്തെ PTA നാട്ടുകാർക്ക് നല്ലൊരു ബന്ധമുണ്ട്. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. ഈ കലാപരിശീലനം അധ്യാപകർ കിട്ടും, പക്ഷെ പുറത്ത് കിട്ടുന്നതിന് കലാപരിശീലനമൊക്കെ കിട്ടും. വേറെ അത്രയും വർഷം ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചു. അത്രമാത്രം ഒരു വർഷത്തിൽ 6 മാസം കുട്ടികളോടൊപ്പം തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളെ നമുക്ക് അത്രയും ഇഷ്ടമാണ്, സ്നേഹമാണ്. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ വരാൻ കഴിഞ്ഞത്. ഈ ഒരു പരിപാടി കുറക്കാൻ സ്വാമി നരസിംഹാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ വരുന്ന അധ്യയന വർഷം തൊട്ട് നമ്മുടെ കൊച്ചു മക്കൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, അതായത് കമ്പ്യൂട്ടറിൽ വെറുതെ വരയ്ക്കാൻ മാത്രമല്ല കമ്പ്യൂട്ടറിലൂടെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പഠിപ്പിക്കാൻ നമ്മൾ തുടക്കാൻ പോകുന്നു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ് വിതരണവും നടന്നു. PTA പ്രസിഡന്റ് P നംഷീദ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ രമ്യ സന്തോഷ്, മുൻ പ്രധാനാധ്യാപകൻ PN അബ്ദുറഹിമാൻ, മുൻ ഹെഡ് മിസ്ട്രസ് സുഷമ TR, മാതൃസംഘം ചെയർപേഴ്സൺ വിജുല, SRG കൺവീനർ ആശ R നായർ എന്നിവർ സംസാരിച്ചു. മിനി C, ഷീജ P, അബ്ദുസലാം എന്നിവർ മറുപടി പ്രസംഗം നടത്തി. റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ രേഖ KP, ജനറൽ കൺവീനർ ശ്രീലത മേനോൻ KP എന്നിവർ നേതൃത്വം നൽകി. സുധീഷ് കുമാർ സാറിന്റെ വിദ്യാർത്ഥികളാണ്. സ്വാമിജിയെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കോൺഫെഡറേഷൻ ഫെബ്രുവരി 6-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും സെറ്റ്കോ ഭാരവാഹികൾ അറിയിച്ചു. ബേസിക് ആയിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ. ഈ 5.25 ലക്ഷത്തോളം ജീവനക്കാരിൽ കഴിഞ്ഞ 5 വർഷമായി പുതിയ പെൻഷൻ സ്കീമിൽപ്പെട്ട ആളുകൾ NPS-കാർ ഒരു വലിയ വിഭാഗം, കേരളത്തിലെ ജീവനക്കാരിൽ ഒരു വലിയ വിഭാഗം NPS പങ്കാളിത്ത പെൻഷൻ സ്കീമിൽപ്പെട്ടവരാണ്. ആ പങ്കാളിത്ത പെൻഷൻ മാറ്റി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സർവീസ് മേഖലയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 6-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് സെറ്റ്കോ ഭാരവാഹികൾ പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക, 19% ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിൽ ഉന്നയിക്കും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു വലിയ പ്രതിഷേധം ആ മേഖലയിൽ മുഴുവൻ നിലനിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ ഗവൺമെന്റ് ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെറ്റ്കോയുടെ നേതൃത്വത്തിൽ ഈ സമരം പ്രധാനമായും നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ KT അബ്ദുൽ ലത്തീഫ്, കൺവീനർ PK അസീസ്, ട്രഷറർ TP അബ്ദുൽ ഹക്ക്, മറ്റ് ഭാരവാഹികളായ KM ഷഹീദ്, ഹനീഫ പനായി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതുമോടിയോടെ ബേപ്പൂർ പോർട്ട് ജംഗ്ഷനിൽ സ്തൂപം തല ഉയർത്തി. പഴക്കം കാരണം നിറം മങ്ങിയും പൊട്ടിയും തകരാറിലായ സ്തൂപം നവീകരിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ആകർഷകമായ സ്തൂപം നാടിന് സമർപ്പിച്ചു. ബേപ്പൂർ തുറമുഖം നിർമ്മാണത്തിന്റെ ഭാഗമായി 1982-ൽ സ്ഥാപിച്ച അടിസ്ഥാന ശിലാസ്തൂപമാണ് ഇപ്പോൾ നവീകരണം നടത്തിയത്. പ്രവൃത്തികൾക്ക് വിനോദസഞ്ചാര വകുപ്പാണ് 2024 മാർച്ചിൽ 5.5 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയത്. സിൽക്കിനായിരുന്നു പദ്ധതിയുടെ നിർവഹണ ചുമതല. സ്തൂപത്തിന്റെ തകരാറിലായ ഭാഗങ്ങൾ നീക്കി നവീകരിച്ച് മോടി പിടിപ്പിക്കുകയും ഇന്റർലോക്കിംഗ്, ലൈറ്റ് പ്രവൃത്തികൾ നിർവഹിക്കുകയും പുതിയ ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തു. വിനോദസഞ്ചാര വകുപ്പ് ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത്ത് ശങ്കർ, DTPC സെക്രട്ടറി T നിഖിൽദാസ്, വാർഡ് കൗൺസിലർമാരായ T രജനി, ഗിരിജ ടീച്ചർ, K രാജീവ്, നവാസ് വാഡിയിൽ, ഷമീന TK തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഔദാര്യം വേണ്ട, അവകാശം മതിയെന്ന് കോഴിക്കോട് പരിവാർ. നന്മണ്ട ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ 3.42 കോടിയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ സർവകാല റെക്കോർഡെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ചെറുവണ്ണൂർ വട്ടക്കിണർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഈ വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ. കേന്ദ്ര ബജറ്റ് ചെറുകിട മേഖലയ്ക്ക് ഗുണപ്രദമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.